കൂട്ടുകാരെ, എല്ലാ കൂട്ടുകാർക്കും മിഠായി കഥകളിലേക്ക് സ്വാഗതം. ഒരു കൃഷിക്കാരൻ്റെ കഥ കേട്ടാലോ? കഥയുടെ പേര് കൃഷിക്കാരനും പഴങ്ങളും. അവതരിപ്പിക്കുന്നത് മനോജ് കുമാർ പൂളയ്ക്കൽ. നല്ലവനായ കൃഷിക്കാരനായിരുന്നു വിശാഖൻ. അയാൾ ദിവസവും തൻ്റെ തോട്ടത്തിൽ നിന്ന് കുറേ പഴങ്ങൾ പറിച്ച് കൂടയിലാക്കി നാട്ടിലിറങ്ങി നടക്കും. വഴിയിൽ കാണുന്ന ആളുകൾക്കും കുരങ്ങന്മാർക്കും കിളികൾക്കുമെല്ലാം അത് എറിഞ്ഞു കൊടുക്കും. നാട്ടിലെല്ലാവർക്കും വിശാഖനെ വലിയ ഇഷ്ടമാണ്. ഇത് ആ രാജ്യത്തെ രാജാവും അറിയും. അസൂയ തോന്നിയ രാജാവ് വിശാഖനെ വിളിച്ചു വരുത്തി പറഞ്ഞു, പഴങ്ങൾ വഴിയിൽ വിതരണം ചെയ്യരുത്, എല്ലാം കോട്ടവാതിൽക്കൽ എത്തിക്കണം. വിശാഖൻ അതനുസരിച്ചു. ദിവസവും പഴങ്ങൾ കോട്ടവാതിലിൽ എത്തിക്കും. എന്നാൽ അത് കിട്ടിയാലുടൻ കാവൽക്കാർ അത് എറിഞ്ഞു കളയും. എങ്കിലും വിശാഖൻ സന്തോഷത്തോടെ എന്നും പഴങ്ങൾ കൊണ്ടു കൊടുക്കും. ഇത് കണ്ട് അയാളുടെ ഒരു ചങ്ങാതി ചോദിച്ചു, പഴം എറിഞ്ഞു കളയുകയാണ് എന്ന് അറിഞ്ഞിട്ടും ഒരു സങ്കടവും മുഖത്ത് കാണുന്നില്ലല്ലോ, അതെന്താ? വിശാഖൻ പറഞ്ഞു, എറിഞ്ഞു കളയുന്നത് മാത്രമല്ല, അത് കഴിഞ്ഞ് പല ജീവികളും അവിടെ വന്ന് പഴം എടുക്കുന്നതും ഞാൻ കാണാറുണ്ട്. ഏതായാലും അവർക്ക് പഴം കിട്ടുന്നുണ്ടല്ലോ, എനിക്ക് അത് മതി. കൂട്ടുകാർക്ക് വിശാഖൻ്റെ കഥ ഇഷ്ടമായോ? എങ്കിൽ പുതിയൊരു കഥയുമായി നമുക്ക് നാളെ കാണാം. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു. സ്റ്റോറി അഗൈൻ.